വീഡിയോ കണ്ടിട്ട് കവയിൽ എന്തോ പ്രളയമാണ് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതാണ് ഇപ്പൊ കവന്റെ അവസ്ഥ. പണ്ടത്തെ പോലെ കുറച്ച് വെള്ളം അവിടെ ഉള്ളൂ. ഇവിടം വരെ ഒന്നും എത്തിയിട്ടേ ഇല്ല. മഴ നല്ലോണം പെയ്ത് നിറഞ്ഞിട്ട് വന്നാൽ മതി. കാണാനൊന്നുമില്ല, മൊട്ട വെയിലാണ്. അപ്പൊ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ റീലിലെ എക്സ്പെക്ടേഷൻ കണ്ട് കവയൊക്കെ കുറച്ച് അടിപൊളി റീലൊക്കെ എടുക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. പക്ഷെ എക്സ്പെക്ടേഷൻ അല്ല, റിയാലിറ്റി എനിക്ക് അവിടെ പോയപ്പോൾ വെള്ളം ഉണ്ട് കൊണ്ട് പ്രതീക്ഷ വരുന്നവരൊക്കെ മുഞ്ചും. ഇത്തിരി വെള്ളമേ ഉള്ളൂ. എന്തൊക്കെയോ സൗണ്ട് കേൾക്കണ്ടേ. ഇത്തിരി വെള്ളമുള്ളൂ, ഒരു ഒന്നുമില്ല കാണാൻ. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഭയങ്കര വെയിലാണ്. മഴ വന്നാലും മഴ വരും പോവും. നമ്മുടെ അടുത്ത മഴ പോലും കൂടെ ഇവിടെ ഇല്ല. നല്ല മഴ വന്ന് വെള്ളം ഒഴിച്ചിട്ട് വന്നാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ വെള്ളം കാണാൻ മാത്രമല്ലല്ലോ കവിക്ക് പോണത്. ഇപ്പൊ വെള്ളം ഫുള്ള് കയറാത്തതുകൊണ്ട് പരിസരം ഫുൾ ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുകയാണ്. നടുക്കിൽ കുറെ വെള്ളമൊക്കെ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങി കളിക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സമയമാണ്. പിന്നെ പോകുന്ന സമയത്ത് ഷൂ ഒക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഷൂവിൻ്റെ കളർ ഏതാന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഡാമിക്ക് ഇറങ്ങുന്ന വഴി അത്രയ്ക്ക് ചളിയാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ മഴ പെയ്ത് തോർന്ന് നല്ല അടിപൊളി ഫ്രഷ് ക്ലൈമറ്റ് ആയതുകൊണ്ട് പോണ വഴിക്ക് ഒരു ബൈക്കിലോ കാറിലൊക്കെ പോവുകയാണെങ്കിൽ ആ റൈഡ് നിങ്ങൾ അടിപൊളി എൻജോയ് ചെയ്യും. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഇപ്പോൾ. പിന്നെ അതുമാത്രമല്ല, ഞാൻ പോണ വഴിക്ക് അവിടെ കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. പിന്നെ ആർക്കെങ്കിലും ഷൂട്ട് എടുക്കാനുണ്ടെങ്കിൽ അവിടെ പോയാൽ മതി, അടിപൊളിയായിരിക്കും. ആ വൈബിൽ ഞാനൊരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോവാണ്. പിന്നെ പോണ വഴിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഫുൾ ഈ സൗണ്ട്. ഇത് എന്തിൻ്റെ സൗണ്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പിന്നെ കുറേ നേരം ഒന്നും അവിടെ നിന്നില്ല. കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നേരെ വീട്ടിൽ കിട്ടും. അപ്പോൾ ശരിയാണ്.